നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പ്രേമയുഗം ബോയ്സ് വൈറലാകുന്ന ഒരു പോസ്റ്റർ പോലെ വൈറലാകുന്ന ഒരു കാര്യമാണ് പ്രേമയുഗം ബോയ്സ്. ഗംഭീര ക്യാപ്ഷൻ. മലയാള സിനിമയുടെ വസന്തകാലം അല്ലെങ്കിൽ സുവർണ്ണ സമയം എന്നൊക്കെ പറയുന്ന ഇതാണ്. നമ്മൾ പറയും ഇന്ന താരം അഭിനയിച്ചാലേ സിനിമ ഓടത്തുള്ളൂ, ഇന്ന സിനിമയെ ഞങ്ങൾ കാണത്തുള്ളൂ, അടിപ്പടവേ കാണത്തുള്ളൂ, കോമഡിയെ കാണത്തുള്ളൂ. ഇതിനെല്ലാം തൂത്തുവാരി എറിഞ്ഞുകൊണ്ട് മലയാള സിനിമ 2024 തുടങ്ങിയത് നല്ല രീതിയിലാണ്. എബ്രഹാം ഓസ്ലർ, ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവ്, അത്യാവശ്യം ഹിറ്റ്, ഒരു സൂപ്പർ ഹിറ്റ് സിനിമ. ജയറാം സിനിമയെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു കോടിക്കണക്കിന് കളക്ഷൻ കിട്ടിയൊരു സിനിമ. മമ്മൂട്ടി അതിഥി താരമായി എത്തി. എന്ത് പറഞ്ഞാലും ഒരു ജയറാം ചിത്രം കൂടിയാണ്. ജയറാമിൻ്റെ തുടക്കം ഒരു ഗംഭീരമായിട്ട്, ജയറാമാണ് സത്യം പറഞ്ഞാൽ ഐശ്വര്യമായിട്ട് തുടങ്ങി. അതിനുശേഷം ഒരുപാട് സിനിമകൾ നമ്മൾ അറിയാതെ ഇഷ്ടംപോലെ സിനിമകൾ വന്ന് പൊളിഞ്ഞു പോയി. പക്ഷേ ഈ 3 സിനിമകൾ ഫെബ്രുവരിയിൽ തകർത്തു കളഞ്ഞു. അതിനകത്ത് ആദ്യം പ്രേമലുവാണ്. ഗിരീഷ് ഷെഡിയുടെ നസ്ലിനും മമിത ബൈജുവും തകർത്ത് അഭിനയിച്ചു. എല്ലാ താരങ്ങളും ഒന്നിനൊന്നിനും അഭിനയിച്ചു. നല്ല രസമായിട്ട് തിയേറ്ററിലിരുന്ന് അടിച്ച് പൊളിച്ച് കാണാവുന്നൊരു സിനിമ. 2 മണിക്കൂർ 36 മിനിറ്റുള്ള സിനിമ. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് പറഞ്ഞില്ലേ, ഇത് തിയേറ്ററിൽ നമ്മൾ എല്ലാ ടെൻഷനും മാറ്റി തിയേറ്ററിൽ കാണാൻ പറ്റുന്നൊരു സിനിമ. ആ സിനിമ കോടികൾ വാരിക്കൂട്ടുന്നു. നസ്ലിൻ്റെ 50 കോടി സിനിമയായി. അതിനങ്ങനെ നസ്ലിന് 50 കോടിയോ നസ്ലിന് 50 കോടിയോ എന്ന് പറയേണ്ട ആവശ്യമില്ല. നല്ല സിനിമയാണെങ്കിൽ കോടികൾ ആർക്കും നേടാം. അതിന് ഇന്ന താരമൊന്നോ സൂപ്പർ താരമൊന്നോ മെഗാ താരമൊന്നോ ഒന്നും അതിനകത്തില്ല. നല്ല സിനിമയാണെങ്കിൽ ആർക്കും കോടിക്കണക്ക് ആൾക്കാരാണല്ലോ തീരുമാനിക്കുന്നത് നല്ല സിനിമയാണ് ചീത്തതാണ്. നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കൈയും നീട്ടി കൊടുക്കുക. അവർക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ, നമ്മളെല്ലാവരും ബിരിയാണി ആണെങ്കിൽ, നല്ല ബിരിയാണി ആണെങ്കിൽ എത്ര ദൂരം പോയാലും നല്ല ബിരിയാണി കിട്ടുന്ന കടയാണെങ്കിൽ കഴിക്കുമെന്ന് പറയുന്ന പോലെ നല്ല സിനിമയാണെങ്കിൽ അത് ഓടിയിരിക്കും. അത് താരം ഒരു പ്രശ്നമല്ല, കഥയും കണ്ടൻറ്റും എല്ലാം സൂപ്പറാണെങ്കിൽ ഓടിയിരിക്കും. അതിനുശേഷം വന്ന സിനിമ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. ഭ്രമയുഗം. വേറെ ഒന്നും കൊണ്ടല്ല, കൊമേഴ്ഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ചിന്തിക്കാൻ പറ്റാത്ത സാധനം. കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന സാധനമേ ഇല്ല സിനിമയ്ക്കകത്ത്. ആ സിനിമയിൽ ആകെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മനയും ഒരു ഒറ്റമുണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റും 3 കഥാപാത്രങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് വളരെ ഗംഭീരമായി എടുത്തു വെച്ചേക്കുന്ന സിനിമ. അതൊരിക്കലും ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഗണത്തിൽപ്പെടാത്തൊരു സിനിമ 50 കോടി ക്ലബിലേക്ക് കയറാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും മലയാള സിനിമ. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒരു മൈൽ സ്റ്റോൺ. ഇങ്ങനൊരു സിനിമ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ വിജയിക്കുകയും ആൾക്കാരുടെ സപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് മമ്മൂട്ടി എന്ന താരം അതിനകത്ത് വന്നതും കൊണ്ടോടാണ് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതൻ്റെയും ജീവിതത്തിലെ ഏറ്റവും ഗംഭീര ലൈഫ് ടൈം സൂപ്പർ പെർഫോമൻസാണ് ഇതുവരെ അവരുടെ ഗംഭീര പെർഫോമൻസ് ഉള്ള സിനിമ. അതെ, എല്ലാം കൊണ്ട് ടെക്നിക്കൽ, എല്ലാ ആർട്ട്, ക്യാമറ, കൊറിയോഗ്രഫിയും അതിൻ്റെ എല്ലാം കൊണ്ടും രാഹുൽ സദാശിവൻ്റെ പെർഫെക്റ്റ് കോംബോ ആണ് ഭ്രമയുഗം. അന്നേരം പ്രേമയുഗമായി. ഇനി നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. സിമ്പിളായ ഒരു കഥ, റിയലിസ്റ്റിക്കായ നടന്ന കഥ നല്ല ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. ഒരിക്കലും ബോറടിക്കാതെ നമുക്ക്, എന്നാൽ അതിഗംഭീരം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അത്യാവശ്യം സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ നമ്മുടെ മലയം കുഞ്ഞ്, ഫഹദ് ഫാസിൽ, മഹേഷ് നാരായണൻ്റെ പടമായ മലയം കുഞ്ഞിന് സാധിക്കാതെ പോയത്. അതായത് അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അത് ആൾക്കാരിലേക്ക് എത്തിച്ചില്ല. ചില സിനിമകളിൽ കഷ്ടപ്പെടും ആൾക്കാർ. പക്ഷേ ആൾക്കാർ അത് കാണുന്ന ടിക്കറ്റ് എടുത്ത ആൾക്കാരിനെ അത് ഫീൽ ചെയ്യണം, ഇമോഷണലി കണക്റ്റ് ആണ്. അങ്ങനെ ഇമോഷണലി കണക്റ്റ് ആവുകയും സർവൈവൽ ത്രില്ലറായി മാറുകയും ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഈ 3 സിനിമയും കോടികൾ വരും. കാരണം നല്ല സിനിമകൾക്ക് എപ്പോഴും മലയാളികൾക്കിടയിൽ ഇടമുണ്ട്, സ്പേസ് ഉണ്ട്. അത് ആർക്കും തകർക്കാൻ പറ്റത്തില്ല. ആരെയും മലയാളി പ്രേക്ഷകനെ ഒരിക്കലും കുറ്റം പറയാതിരിക്കുക. നല്ല പടം നിങ്ങൾ ഞങ്ങൾ വിജയിപ്പിച്ചു തരാമെന്ന് പറയുന്നത് എന്നും മലയാളി പ്രേക്ഷകൻ്റെ ഏറ്റവും വലിയ പവർ തന്നെയാണ്. മോശം പടം തന്നിട്ട് നിങ്ങൾ പോയി കാണണം, കണ്ടാലേ ഇത് പൈസ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയാൻ മോശമാണ്. കാരണം നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ അത് ആരുടെ പടമായാലും ഗംഭീരമാണെങ്കിൽ ഗംഭീരം, അത് ഓടിയിരിക്കും തിയേറ്ററിൽ. അതിന് പബ്ലിസിറ്റി ഒന്നും വേണ്ട. ഇടിച്ച് കുത്തി മഴയത്തായാലും ആ സിനിമ പെരുമഴയത്താണെങ്കിലും അപ്പോഴാണ് ഓടിയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 3 സിനിമകൾ: പ്രേമലു, ഭ്രമയുഗം, മഞ്ഞില ബോയ്സ്. അന്നേരം പ്രേമയുഗം ബോയ്സ് ഇനി
ഈ ഫെബ്രുവരിയിൽ ഇനി അധികം സിനിമകളൊന്നുമില്ല, മാർച്ചിലും അധികം സിനിമയില്ല. അന്നേരം ഇവരിനി തകർത്ത് കോടി ക്ലബ്ബോ കാര്യങ്ങളോ ഒക്കെ നേടി അവരവരുടെ കാര്യങ്ങൾ നോക്കിപ്പോകും. എന്തായാലും എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഈ 3 സിനിമകളും കാണുക എന്നാണ് ഞാൻ പറഞ്ഞത്. 3 സിനിമകളും കാണുക. കാണാത്തവർ ഉറപ്പായിട്ട് ഈ 3 സിനിമകൾ കണ്ടിരിക്കണം. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. തിയേറ്ററിൽ കാണുക. കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.